السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ സൂചിപ്പിക്കുന്നതാണ്, നിങ്ങൾ ഹലാലും ത്വയ്യിബേ കഴിക്കാവൂ. ജനങ്ങളുടെ സ്വത്ത് അനധികൃതമായ രൂപത്തിൽ നിങ്ങൾ കഴിക്കരുത്. അത് ഗുരുതരമായ തെറ്റാണ്, അത് ആത്മഹത്യയിലേക്ക് നയിക്കും എന്ന് വരെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, വമാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്നിട്ടുണ്ടായ ശരീരം അത് നരകത്തിൽ കടക്കാൻ അർഹതപ്പെട്ടതാണ്. അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും കടക്കുന്ന ഉന്നതമായ സ്വർഗത്തിന് ഈ ശരീരം അർഹതപ്പെട്ടതല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. മഹാനായ താബിഈങ്ങളുടെ നേതാവ് അൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിഈങ്ങളുടെ നേതാവാണ്. നല്ല സുന്ദരനായ ആജാനബാഹുവായ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിന്റെയും കാരണമായിട്ട് പറയുന്നത്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവിയുടെ അടിമ സ്ത്രീയുടെ കുട്ടിയാണ് ഈ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അപ്പൊ നബിയുടെ വഫാത്തൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഈ അടിമ സ്ത്രീയുണ്ട്. അടിമ സ്ത്രീയുടെ കുട്ടിയായ ഹസനുൽ ബസരി തങ്ങളും ഉണ്ട്. അപ്പൊ ഉമ്മു സലമ ബീവി അടിമ സ്ത്രീയെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആ സമയത്ത് കുട്ടി കരഞ്ഞു. ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കാത്ത രൂപത്തിൽ കുട്ടി കരഞ്ഞപ്പോ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി അടിമ സ്ത്രീയുടെ കുട്ടിയെ എടുത്തിട്ട് വെറുതെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി മാറിൽ വെച്ചു കൊടുത്ത് പാല് കൊടുക്കുന്നത് പോലെ ആക്കിയതാ. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ പാല് ചുരത്തി കുട്ടിയുടെ വായിലേക്ക് ഉമ്മു സലമ ബീവിയുടെ ആ പാല്, ഉമ്മു സലമ ബീവിയുടെ മുലപ്പാല് ഹസൻ ബസരി തങ്ങൾക്ക് കുടിക്കാൻ കിട്ടിയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവിയുടെ പാല് കുടിച്ചതിന്റെ പേരിലാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് പിൽക്കാലത്ത് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആലോചിക്കണം. ബറക്കത്തുള്ളത് കഴിക്കുക, നല്ലത് മാത്രം കഴിക്കുക, ഹലാലും ത്വയ്യിബ് മാത്രം കഴിക്കുക. അക്കാലത്തുള്ള പണ്ഡിതന്മാര് പറഞ്ഞു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ നിങ്ങൾ പോയി ഇരുന്നാൽ ഇന്ന് വരെ ഒരു ഫഖീഹിന്റെയും മജ്ലിസിൽ ഇരുന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഹസനുൽ ബസരിയുടെ ഉപദേശം കേട്ടാൽ, ഹസനുൽ ബസരിയുടെ മജ്ലിസിൽ ഇരുന്നാൽ ഇവിടെ വേറെ ആലിമീങ്ങളൊന്നുമില്ല, ഇന്ന് വരെ ഒരു ഇൽമിന്റെ സദസ്സിൽ ഇരുന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അത്രക്കും സിറുകളും അപൂര്യമായ ഇൽമുകളും ഒഴുകുന്ന സദസ്സാണ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സ് എന്നും, ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ് ആ മയ്യത്ത് എടുത്തപ്പോ എല്ലാവരും ആ മയ്യത്ത് അടക്കുന്ന സ്ഥലത്തേക്ക് പോയത് കാരണം ഇസ്ലാമിന്റെ തുടക്കം മുതൽ ജമാഅത്ത് മുടങ്ങാത്ത ആ പള്ളിയിൽ അന്ന് അസറിന്റെ ജമാഅത്ത് മുടങ്ങിപ്പോയി എന്നും എല്ലാ ജനങ്ങളും ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ അനുഗമിച്ച കാരണമാണ് അത് സംഭവിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത്, ഒരാൾക്ക് കിട്ടുന്ന ജീവിത സൗഭാഗ്യങ്ങൾ മുഴുവൻ കിട്ടുന്നത് ഒരു ബറക്കത്തിന്റെ പാല് കുടിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നു. മറിച്ചും കാണുന്നുണ്ട്. മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ ഇമാമാണ്. ശത്രുക്കളോട്, പുത്തൻവാദികളോട്, അവിശ്വാസികളോട് ഒക്കെ സംവാദം നടത്തി പരിശുദ്ധ ഇസ്ലാമിനെ സ്ഥിരപ്പെടുത്തുന്ന ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന് ഇടക്ക് ശബ്ദം സ്റ്റക്കായിരുന്നു എന്നും
അതിനെ പറ്റിയിട്ടുള്ള കാരണം അദ്ദേഹം പറഞ്ഞത്, എന്റെ ഉമ്മ അല്ലാത്ത മറ്റൊരു സ്ത്രീ എനിക്ക് ഒരു ദിവസം പാല് തന്നു എന്നും അതിന്റെ പേരിൽ എന്റെ ഉമ്മാനെ കുറെ വഴക്ക് പറഞ്ഞു എന്നും എന്നെ കമിഴ്ത്തി കിടത്തിയിട്ട് ആ പാല് മുഴുവൻ ഛർദിപ്പിച്ചു എന്നും മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാമുൽ ഹറമൈനി തങ്ങൾക്ക് ഈ സംവാദ വേളകളിൽ ഇടക്ക് ശബ്ദം സ്റ്റക്കായി പോകുന്നത് ആ ഒരു പാലിന്റെ കാരണമാണ് എന്നും ചരിത്രത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിക്കുന്നതൊക്കെ ഹലാലും ത്വയ്യിബാകണം. അത് നമ്മുടെ ജീവിതത്തിൽ ശരിക്ക് കാണാം, നമ്മുടെ മക്കളിൽ കാണാം. മക്കളെ കൊണ്ട് നാം ഉദ്ദേശിച്ചതുപോലെ മക്കളെ ആവാത്തതിന്റെ കാരണം, മക്കൾ നല്ല വഴിക്ക് സഞ്ചരിക്കാത്തതിന്റെ ഒരു കാരണം ഹലാലും ത്വയ്യിബ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും പണ്ഡിതന്മാര് പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമുക്ക് ഹലാലായ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളി, ദർസ്, മദ്രസ, നമ്മുടെ ഹൗലിന്റെ നിർമ്മാണം, കുട്ടികളുടെ ഭക്ഷണം, അതിലേക്കൊക്കെ സഹായിക്കുന്നവര് അള്ളാഹു അവർക്കൊക്കെ മുന്തിയ ജസാ നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ CT ഖാദർ സായുടെ കെയറോപ്പിൽ ഒരു സഹോദരി ദർസ് കുട്ടികളെ ഭക്ഷണത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മറ്റൊരു സഹോദരനും സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.